ഹായ് ഹലോ, എല്ലാവർക്കും സിന്ധുസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ നല്ല കരിമീൻ എന്ന് പറയാൻ പറ്റില്ല. കാരണം കരിമീൻ്റെ അവരൻ, നമ്മുടെ എന്താ പറയുക, അവൻ്റെ എന്താ പറയുക അതിനെ, ഡ്യൂപ്ലിക്കേറ്റ്. അപ്പോൾ കരിമീൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഇതിപ്പോൾ കുറേ ആയി ഞാനിത് വാങ്ങലുണ്ടെങ്കിലും, പക്ഷേ ഞാനിന്ന് മറ്റേ ഇത് പൊള്ളിച്ചത് ഉണ്ടാക്കൂലേ, അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് വാങ്ങിയത് തന്നെ. എപ്പോഴും നോക്കുമ്പോൾ മത്തിയൊക്കെ തന്നെയാണ് നമ്മൾ കൊണ്ടുവരുന്ന ആളെടുത്ത് ഉണ്ടാവല്. അപ്പോൾ ഇന്ന് ഞാനിത് കണ്ടപ്പോൾ, പക്ഷേ നല്ല ഫ്രഷും വലുതുമായിരുന്നു. അപ്പോൾ ഞാനിത് രണ്ടെണ്ണം കണ്ടപ്പോൾ ഞാനത് വാങ്ങിപ്പോയി. അപ്പോൾ ഞാനിന്ന് വിചാരിച്ച് അത് ഉണ്ടാക്കാം. നമുക്ക് വാഴയിലൊക്കെ പൊതിഞ്ഞിട്ട് എപ്പോഴും കേൾക്കലും കാണലും എല്ലാം ഉണ്ട്. നമ്മളിത് വാങ്ങലുണ്ട്. കറിയില്ല, മെയിനായിട്ട് ഫ്രൈ ചെയ്യലും മുളകിട്ടത് ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് വിചാരിച്ച് അതൊന്ന് വെറൈറ്റി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളതൊക്കെ മുറിച്ച്, ഭയങ്കര തൂടിയൊക്കെ അല്ലേ, മേത്ത് തെറിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇരുന്ന് എങ്ങനെയൊക്കെയോ മുറിച്ചൊക്കെ കഴിഞ്ഞ് അതിന് നല്ല മുളകും മഞ്ഞളും ഉപ്പും പിന്നെ കുറച്ച് വിനാഗിരിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് നല്ല പെരക്കിയിട്ട് പൊരിക്കുമ്പോൾ തന്നെ നല്ല മണം ഉണ്ടാവും. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ കിടന്നിട്ട് അതിൻ്റെ കൂടെ ഒന്ന് മൊരിഞ്ഞിട്ട് വരുന്ന മണം ഉണ്ടല്ലോ, നല്ല സൂപ്പർ മണമായിരുന്നു. പക്ഷെ നമ്മൾ ഇങ്ങനെ തന്നെയല്ലേ കഴിക്കലുണ്ടായി, എപ്പോഴും പൊരിച്ചിട്ടൊക്കെ ഇങ്ങനെ തന്നെയാണ് കഴിക്കുക. അപ്പോൾ വെറൈറ്റി പരീക്ഷിക്കണം എന്ന് വിചാരിച്ചു. വെറൈറ്റി പരീക്ഷിക്കണം എന്നല്ല, ഞാനിതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഇതുപോലത്തെ മീൻ കുറേ വാങ്ങലുണ്ടെങ്കിൽ തന്നെ ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ. അപ്പോൾ ഉണ്ടാക്കണം തന്നെ ഒറ്റൊരിത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താക്കി, കുറച്ച് ഉള്ളിയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ മുറിച്ച് തന്നു. അപ്പോൾ ഞാൻ വേഗം രാവിലത്തെ ടൈമാണ്, സ്കൂളിൽ പോകുന്ന ടൈമും കൂടെയാണ്. അപ്പോൾ എല്ലാം കൂടെ തിരക്കാണ്. അപ്പോൾ അത് നോക്കുന്ന സമയത്ത് ഈ ഫ്രൈ ചെയ്തെന്ന് കുറച്ച് ഓയിൽ എടുത്തിട്ട് ഈ ചട്ടിയിലേക്ക് മാറ്റി അതിൽ ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ പച്ചമുളക് കറിവേപ്പില പിന്നെ മഞ്ഞൾ പൊടി പിന്നെ കുരുമുളക് പൊടി അങ്ങനെ എല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് എന്നിട്ട് ഈ പൊരിച്ച മീൻ നമ്മളായിട്ട് വാഴയെല്ലാം വാട്ടിയിട്ട് അതിനൊക്കെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇതാ പ്ലാനിങ്ങില്ല. അപ്പോൾ അതൊക്കെ എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോഴത്തേക്കും നാമീൻ്റെ വണ്ടി ജസ്റ്റ് എത്തിയില്ല എന്നുള്ള ടൈമിൽ വേഗം തിരക്ക് പിടിച്ചിട്ട് ഞങ്ങൾ എന്താക്കി, ഇതിപ്പോൾ ഇതും കൂടെ ആക്കി വെച്ചിട്ട് നമുക്ക് വേഗം ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് വാഴയിലേക്ക് മസാലക്കൂട്ടിട്ട് നോക്കി ഇട്ട് വെച്ചിട്ട് ഈ പൊരിച്ച മീനുണ്ടല്ലോ അത് നോക്കുമ്പോൾ എന്താണെന്ന് പറയുക, പാനിൻ്റെ അടുത്ത് വിട്ട് വരാൻ ഭയങ്കര വിഷമം മീൻ. എന്നിട്ട് അതിൻ്റെ മേലെ ഞങ്ങൾ അടിയിലും മസാലയിട്ട് മേലെ നടുക്ക് മീനും വെച്ചിട്ട് മേലെ പിന്നെയും കുറച്ചും കൂടെ മസാലയിട്ട് ഫില്ല് ചെയ്തിട്ട് നല്ലോണം നമ്മൾ മടക്കിയിട്ട് നല്ല പൊതിഞ്ഞിട്ട് നല്ല നൂല് വെച്ചിട്ടൊക്കെ കെട്ടിയിട്ട് പിന്നെയും ഫ്രൈ പാനിൽ കൊണ്ടുപോയിട്ട് നല്ലോണം ഒന്നും കൂടെ അടച്ച് വെച്ചിട്ട് ഒരു ചെറിയ സിമ്മിലിട്ടിട്ട് അതിനെ ഒന്നും കൂടെ മുരിച്ചെടുക്കാം. അപ്പോൾ ഇതാ എല്ലാം മസാല പൊതിയെല്ലാം നല്ലോണം കെട്ടിട്ടെന്ന് വെച്ചിട്ട് എല്ലാം കെട്ടുമ്പോഴത്തേക്കും എനിക്ക് ഈ വാഴല്ല എൻ്റെ ഇത് നാരിങ്ങനെ എടുക്കാൻ പറ്റുമല്ലോ സൈഡിൽ കൂടെ. ഞാനത് എടുത്ത് നോക്കി, എനിക്ക് കുറേ നേരമായിട്ടും കിട്ടത്തില്ല. അപ്പോൾ എൻ്റെ അടുത്ത് നൂലുണ്ടായിരുന്നു മറ്റേ അതുപോലത്തെ. അപ്പോൾ ആ നൂല് നവമി എനിക്ക് എടുത്തു കൊടുക്കുന്ന വേഗം. അപ്പോൾ ഞാനത് മടക്കിയിട്ട് ഇതൊക്കെ കെട്ടിയിട്ട് നല്ല മണമുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, നല്ല മണമുണ്ട്. പക്ഷേ നല്ല സ്മെല്ല് കേട്ടോ അതിൻ്റെ. കാരണം എന്താണെന്നറിയോ, നല്ല ഈ ഇതിലൊക്കെ കിടന്ന് മൂത്തിട്ട് ഇത് വെച്ച് ഈ ഫിഷും കൂടെ അതിൽ വെച്ചപ്പോൾ ഭയങ്കര നല്ല സ്മെല്ലുണ്ട്. ഇതൊക്കെ കെട്ടിയിട്ട് പിന്നെയും ഫ്രൈ പാനിൽ കൊണ്ടുപോയിട്ടിട്ട് നല്ല കുറച്ച് നേരം അടച്ച് വെച്ച് ഒന്നും കൂടെ നിൽക്കട്ടെ, ഒരു 5-10 മിനിറ്റും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് നമുക്ക് കഴിച്ചപ്പോൾ എൻ്റെ മക്കളെ ഭയങ്കര നല്ല സ്മെല്ല്. ഞാൻ ഈ കുറേ പ്രാവശ്യമായി പറയുന്നു, ഇതുവരെ ഇങ്ങനത്തെ മീൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമായി. ചൂടോടെ കഴിക്കണം. പക്ഷേ ഉണ്ടാക്കി ഇല പൊട്ടിച്ച അതിന് ചൂടോടെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ കരിമീൻ പൊള്ളിച്ചതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കരിമീൻ പൊള്ളിച്ചത് റെഡി. അപ്പം ഇനിയും ഇതുപോലത്തെ വീഡിയോ ഉണ്ടാക്കാൻ നോക്കണം, ട്രൈ ചെയ്യണം. ഫുഡിന് നമ്മളെന്ന് പറയുന്ന മനുഷ്യന്മാർ ജീവിക്കുന്നത് തന്നെ നല്ല ഫുഡ് കഴിക്കാനും നല്ല മനസ്സമാധാനം ഉണ്ടാവാൻ വേണ്ടിയിട്ടില്ലേ. ഏറ്റവും ഇതായിട്ട് മനുഷ്യന്മാർക്ക് വേണ്ടത് നല്ല ഫുഡ്, പിന്നെ മനസ്സമാധാനം, പിന്നെ വരുന്നതൊക്കെ നമ്മുടെ വയ്യാലിങ്ങൾ വന്നോളൂ. അതുപോലെയാണ്. അപ്പോൾ അങ്ങനെയാണ്, വേറെ വിശേഷമൊന്നുമില്ല, അത്രയ്ക്ക് തന്നെയുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ശരി എന്നാൽ ആയിക്കോട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എടുത്തതിൻ്റെ നവമിയാണ്, ക്യാമറമാൻ നവമിയോടൊപ്പം ബൈ ഫ്രം സിന്ധു. അപ്പം